എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഐഡിയൽ ഗ്യാസ് ആരാണ്? അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ പോലുള്ള ഇഷ്ടം പോലെ ഗ്യാസസ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്ടം പോലെ ഗ്യാസുകളിൽ ആരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഐഡിയൽ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അത് ശ്രേഷ്ഠമായ, ഉദാത്തമായ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഐഡിയൽ. അപ്പോൾ ഇനി ഒരു ഐഡിയാലിറ്റി കൊണ്ടുവരണമെങ്കിൽ അവിടെ തീർച്ചയായും ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ആ കണ്ടീഷൻ വേറെ ഒന്നുമല്ല, ഒരു ഗ്യാസ് എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ എല്ലാ പ്രഷറിലും എല്ലാ ടെമ്പറേച്ചറിലും PV = nRT എന്നറിയപ്പെടുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കുന്ന PV = nRTക്ക് തുല്യമായിരിക്കുന്ന എല്ലാ കണ്ടീഷനിലും, എല്ലാ പ്രഷറിലും, എല്ലാ ടെമ്പറേച്ചറിലും PV nRTക്ക് തുല്യമാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. അപ്പൊ നമ്മുടെ പുതിയ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഐഡിയൽ ഗ്യാസ് ആരാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഗ്യാസസ് ഉണ്ട്. ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ പോലുള്ള, സൾഫർ ഡൈ ഓക്സൈഡ് പോലുള്ള ഇഷ്ടംപോലെ ഗ്യാസ് ഉണ്ട്. അപ്പൊ അതിൽ ആരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു കണ്ടീഷൻ കൊണ്ടുവന്നു. ആ കണ്ടീഷൻ വേറൊന്നുമല്ല, എല്ലാ കണ്ടീഷനിലും, എല്ലാ പ്രഷറിലും, എല്ലാ ടെമ്പറേച്ചറിലും P/Vയുടെ വാല്യൂ nRTക്ക് തുല്യമായിരിക്കുന്ന ഗ്യാസുകളെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണം. ഇനി അതിനെ തന്നെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് PV nRTക്ക് തുല്യമാണെങ്കിൽ PV / nRTയുടെ വാല്യൂ 1 ആയിരിക്കുന്ന ആ ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണമെന്ന് ഒന്നും കൂടെ നമുക്ക് മോഡിഫൈ ചെയ്ത് പറയാം. ഇത് തന്നെയാണ്, വേറൊരു രീതിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. PV = nRT എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് PV / nRTയുടെ വാല്യൂ 1 ആയിരിക്കുന്ന ഗ്യാസുകളെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണം എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ എങ്കിൽ PV / nRTക്ക് പകരം നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്ക് ഇങ്ങനെ വായിക്കാം: കംപ്രസിബിലിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ Z എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ആ കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ 1 ആയിരിക്കുന്ന ഗ്യാസിനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാമെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മുടെ പുതിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരുപാട് ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസുകളിൽ ആരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു പുതിയ ടേം കൊണ്ടുവന്നു. ആ പുതിയ ടേം വേറൊന്നുമില്ല, കംപ്രസിബിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ടേം. ആ കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്നറിയപ്പെടുന്ന ആ വാല്യൂ എല്ലാ സമയത്തും, എല്ലാ പ്രഷറിലും, എല്ലാ ടെമ്പറേച്ചറിലും ആ വാല്യൂ 1 ആണെങ്കിൽ ആ ഗ്യാസിനെ നമുക്ക് ഐഡിയൽ ഗ്യാസ് എന്ന് പറയാമെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രാഫ് ഉപയോഗിച്ച് കാണിക്കാം. ആ ഗ്രാഫിന്റെ Y ആക്സിസിൽ സ്വാഭാവികമായിട്ടും കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂസ് കടന്നു വരും, Z-ന്റെ വാല്യൂസ് കടന്നു വരും. നമുക്ക് അറിയേണ്ടത് കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ 1 ആണോ അല്ലേ എന്നുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ 1 മാർക്ക് ചെയ്യുന്നുണ്ട്, 1.1 മാർക്ക് ചെയ്യുന്നുണ്ട്, 0.9 മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി X ആക്സിസിലെ പ്രഷർ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു, എല്ലാ പ്രഷറിലും, എല്ലാ ടെമ്പറേച്ചറിലും കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ 1 ആണെങ്കിൽ ആ ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഷർ 10 ആയാലും, പ്രഷർ 20 ആയാലും, പ്രഷർ 30 ആയാലും, പ്രഷർ 40 ആയാലും, പ്രഷർ 50 ആയാലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ പ്രഷർ 500 ആയാലും കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ 1 ആയിരിക്കുന്ന ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണം. അതായത് ഒരു ഗ്യാസ് ഐഡിയൽ ആണെങ്കിൽ പ്രഷർ 10 ആവുന്ന സമയത്ത് കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ 1 തന്നെ. പ്രഷർ 20 ആയാലും കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ വ്യത്യാസമില്ല. പ്രഷർ 30 വന്നാലും അത് തന്നെ, പ്രഷർ 40 വന്നാലും അത് തന്നെ. അപ്പൊ ഇത് ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. നമ്മുടെ പുതിയ ടോപ്പിക് എന്താണ് എന്ന് ചോദിച്ചാൽ, ആരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നു. അത് വേറെ ഒന്നുമില്ല, കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ എപ്പോഴും 1 തുല്യമായിരിക്കുന്ന, എല്ലാ പ്രഷറിലും, എല്ലാ ടെമ്പറേച്ചറിലും കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ 1 തുല്യമായിരിക്കുന്ന ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണം. ഇനി അത് ഒരു ഗ്യാസ് ഐഡിയൽ ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ആ ഗ്രാഫിൽ X ആക്സില് പ്രഷറിന്റെ വാല്യൂസ് കാണിക്കുന്നുണ്ട്, Y ആക്സിൽ ഡെഫിനറ്റ് ആയിട്ട് കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ അത് ഐഡിയൽ ഗ്യാസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഓരോ ഗ്യാസ് ആയിട്ട് പരിശോധിക്കാം. ഹൈഡ്രജൻ ഐഡിയൽ ഗ്യാസ് ആണോ എന്ന് പരിശോധിക്കുന്ന സമയത്ത്
ഹൈഡ്രജന്റെ പ്രഷർ കുറഞ്ഞ സമയത്ത് ഞാൻ കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ 1 കിട്ടിയിട്ടുണ്ട്. ശരി, ഇനി പ്രഷർ കൂടുന്നതനുസരിച്ച് ഞാൻ കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കൂടുന്ന സമയത്ത് ചെറിയ ഒരു ഡീവിയേഷൻ കാണിക്കുന്നു. പ്രഷർ വീണ്ടും കൂടുന്നു, ഡീവിയേഷനും കൂടുന്നു. പ്രഷർ വീണ്ടും കൂടുന്നു, ഡീവിയേഷനും കൂടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് ഹൈഡ്രജൻ ഐഡിയൽ ഗ്യാസ് ആണെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും നമുക്കറിയാം പ്രഷർ കൂടുന്നതനുസരിച്ച് ഹൈഡ്രജൻ ഡീവിയേഷൻ കാണിക്കുന്നു. ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എന്നുള്ളത് ഒരു ഐഡിയൽ ഗ്യാസ് അല്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു. എല്ലാ പ്രഷറിലും എല്ലാ ടെമ്പറേച്ചറിലും കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ 1 ആയിരിക്കുന്ന ഗ്യാസിനെയാണ് ഐഡിയൽ എന്ന് പറയേണ്ടത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ലോ പ്രഷറിൽ മാത്രമേ കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ 1 തുല്യമാകുന്നുള്ളൂ. ഹൈ പ്രഷറിൽ 1 കൂടിക്കൂടി പോകുന്നു. പ്രഷർ കൂടുന്നതനുസരിച്ച് ആ ഡീവിയേഷനും കൂടുന്നു. ഡീവിയേഷനും കൂടി പോകുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹൈഡ്രജനെ ഐഡിയൽ ഗ്യാസ് അല്ല എന്ന തീരുമാനത്തിൽ നമ്മൾ എത്തുന്നു. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് പരിശോധിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് പരിശോധിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ലോ പ്രഷറിൽ ഐഡിയൽ തന്നെ, പക്ഷെ പ്രഷർ കൂടുന്നതനുസരിച്ച് അത് വല്ലാത്തൊരു ഡീവിയേഷൻ കാണിക്കുന്നു. ഇങ്ങനെ, അത് കഴിഞ്ഞ പോയിന്റ് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന് പോകുന്നു. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ഐഡിയൽ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത ഹീലിയം പരിശോധിക്കുന്നു. ഹീലിയം നോക്കുന്ന സമയത്ത് ഹീലിയം ഹൈഡ്രജനെ പോലെ കാണിക്കുന്നു. അടുത്ത മീഥേൻ നോക്കുന്നു. മീഥേൻ നോക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പോലെ ബിഹേവ് ചെയ്യുന്നു. അടുത്ത അമോണിയ കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഇങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഗ്യാസായിട്ട് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ശ്രമിക്കുന്ന കാര്യം, അതായത് ഒരു ഗ്യാസിന് ഐഡിയൽ ആണോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ നടക്കുന്ന കാര്യം, അത് ഇമ്പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള ഒരു ഗ്യാസ് പോലും കൃത്യമായി ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നില്ല. പ്രഷർ കുറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പ്രഷർ കുറയുന്ന സമയത്ത് എല്ലാവരും തന്നെ ഒരു ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുവെങ്കിലും പ്രഷർ കൂടുന്നതനുസരിച്ച് ഡീവിയേഷൻ കാണിക്കുന്നുവെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഡീവിയേഷൻ 2 തരത്തിലുണ്ട്. ആ ഡീവിയേഷൻ നോക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ആൾക്കാരുടെ ഡീവിയേഷൻ ഇങ്ങനെ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത ഡീവിയേഷൻ കുറയുന്നു പിന്നെ കൂടുന്നു. ഓക്കെ, അപ്പൊ ഡീവിയേഷന്റെ പ്രത്യേകത 2 തരത്തിൽ ഡീവിയേഷൻ ഉണ്ട്. കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അത് ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ഗ്യാസുകളുടെ പ്രത്യേകതയാണ്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, അമോണിയ പോലുള്ള ഗ്യാസുകളുടെ പ്രത്യേകത പിന്നെ കംപ്രസിബിലിറ്റി ഫാക്ടർ കുറയുന്നു പിന്നെ കൂടുന്നു. ആ രീതിയിൽ പോകുന്നു എന്ന് ഓർമ്മിക്കുക. അപ്പൊ എങ്കിൽ എന്താണ് ഈ പ്രത്യേകത നോക്കുന്ന സമയത്ത് ഈ ഗ്യാസുകളെല്ലാം തന്നെ എളുപ്പത്തിൽ ലിക്വിഡാക്കി മാറ്റാൻ പറ്റുന്ന ലിക്വിഫയബിൾ ഗ്യാസ് ആണ്. അതേസമയം ഈ ഗ്യാസുകളുടെ പ്രത്യേകത അത് എളുപ്പത്തിൽ ലിക്വിഡാക്കി മാറ്റാൻ പറ്റാത്ത പെർമനന്റ് ഗ്യാസുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീവിയേഷൻ, പെർമനന്റ് ഗ്യാസുകളുടെ ഡീവിയേഷൻ എങ്ങനെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയണം. പെർമനന്റ് ഗ്യാസുകളുടെ ഡീവിയേഷൻ പ്രഷർ കൂടുന്നതനുസരിച്ച് കംപ്രസിബിലിറ്റി ഫാക്ടർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ലിക്വിഫയബിൾ ഗ്യാസിന്റെ ഡീവിയേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ പറയണം. ലിക്വിഫയബിൾ ഗ്യാസിന്റെ ഡീവിയേഷൻ കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ കുറഞ്ഞിട്ട് പിന്നെ കൂടുന്നു എന്ന രീതിയിൽ പറയണം. അപ്പൊ 2 തരം ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത് ഈ ഡീവിയേഷന്റെ കാരണം നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. ലോ പ്രഷറിൽ എല്ലാവരും ഐഡിയാലിറ്റി പാലിക്കുന്നുണ്ട്. അതേസമയം പ്രഷർ കൂടുന്ന സമയത്താണ് ഡീവിയേഷൻ കൂടുതൽ വരുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രഷർ കൂടുന്ന സമയത്താണ് ഡീവിയേഷൻ കൂടുന്നത്. അത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അത് കൈനറ്റിക് തിയറിയായിട്ട് ബന്ധപ്പെടുത്തി പറയണം. എന്തുകൊണ്ട് പ്രഷർ കൂടുന്ന സമയത്ത് ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കൈനറ്റിക് തിയറിയുടെ 2 പോസ്റ്റുലേറ്റുകൾ, നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന 9 പോസ്റ്റുലേറ്റുകൾ അല്ലെങ്കിൽ 8 പോസ്റ്റുലേറ്റുകളിൽ 2 പോസ്റ്റുലേറ്റുകൾ ഹൈ പ്രഷറിൽ റോങ് ആണ് എന്ന രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അത് ഇതുവരെ നടന്ന കഥ ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. ആരാണ് ഐഡിയൽ ഗ്യാസ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു കണ്ടീഷൻ കൊണ്ടുവന്നു. ആ കണ്ടീഷൻ വേറൊന്നുമല്ല, കംപ്രസിബിലിറ്റി ഫാക്ടർ വെച്ചിട്ടാണ്. കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ പറയണം Z=PV/nRT. ഇനി എല്ലാ പ്രഷറിലും കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ 1 ആയിരിക്കുന്ന ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയണം. അപ്പൊ അത് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ഒരു ഗ്രാഫ് വരച്ചു. ഗ്രാഫിന്റെ എക്സ് ആക്സിസിനകത്ത് പ്രഷറും y ആക്സിസിനകത്ത് കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ പ്ലോട്ട് ചെയ്തു. എന്നിട്ട് നോക്കുന്ന സമയത്ത് ഓരോ ഗ്യാസായിട്ട് പരിശോധിക്കുന്ന സമയത്ത് എല്ലാ ഗ്യാസുകളും ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ഇനി ആ ഡീവിയേഷൻ തന്നെ 2 തരത്തിലുണ്ട്. പെർമനന്റ് ഗ്യാസിന്റെ പ്രത്യേകത
കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം ലിക്വിഫയബിൾ ഗ്യാസിന്റെ പ്രത്യേകത കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ കുറയുന്നു പിന്നെ കൂടുന്നു. അപ്പോൾ രണ്ട് തരം ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എന്തൊക്കെ തന്നെയായാലും ശരി, എല്ലാ ഗ്യാസുകളും ഐഡിയലായി മാറുന്നത് ലോ പ്രഷറിലാണ്, എല്ലാ ഗ്യാസുകളും നോൺ ഐഡിയലായി മാറുന്നത് ഹൈ പ്രഷറിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഡീവിയേഷൻ കാണിക്കുന്നത് ഹൈ പ്രഷറിലാണെന്ന് തീരുമാനമെടുക്കുന്നു. ഇനി എന്തുകൊണ്ട് ഹൈ പ്രഷറിൽ ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റുകളിൽ രണ്ട് പോസ്റ്റുലേറ്റുകൾ ഹൈ പ്രഷറിൽ വാലിഡ് അല്ല എന്ന് പറയണം. ഏതൊക്കെയാണ് ആ പോസ്റ്റുലേറ്റ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ വോളിയം എപ്പോഴും നെഗ്ലിജിബിൾ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഹൈ പ്രഷർ ആവുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂളും സിഗ്നിഫിക്കന്റ് ആയി മാറുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഡീവിയേഷൻ കാണിക്കാൻ കാരണം ഹൈ പ്രഷറിൽ കൈനറ്റിക് തിയറിയുടെ രണ്ട് പോസ്റ്റുലേറ്റുകൾ റോങ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് വെച്ചാൽ there is no interaction, no attraction or repulsion between ഗ്യാസ് മോളിക്യൂൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഹൈ പ്രഷറിൽ വാലിഡ് അല്ല എന്ന് പറയണം. ഹൈ പ്രഷർ ആവുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾ വളരെ അടുത്തടുത്ത് വരുന്ന സമയത്ത് there should be some interactions എന്ന് ഓർമ്മിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലായി. ഇനി അത് ഓവർകം ചെയ്തുകൊണ്ട് പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുതിയ ഇക്വേഷൻ ഇങ്ങനെയാണ്: T പ്ലസ് n സ്ക്വയർ a ബൈ ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എൻ ബി ഈക്വൽ ടു NRT എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഷർ, വോളിയം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്. ബാക്കി ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ എയും ബിയും ആണ്. ഈ ഇക്വേഷൻ അവതരിപ്പിച്ചത് വാൻ ഡെർ വാൾ എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനെ സ്വാഭാവികമായിട്ടും വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എയും ബിയും അറിയപ്പെടുന്ന പേര് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വാൻ ഡെർ വാളിന്റെ കോൺസ്റ്റന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ ഇക്വേഷൻ മറ്റൊരു പേര് റിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയാം. റിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഒരു പുതിയ ഇക്വേഷൻ കൂടെ പഠിച്ചു. അതിങ്ങനെ റിയൽ ഗ്യാസിന് വേണ്ടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, P v = NRT. പക്ഷെ റിയൽ ഗ്യാസുകൾക്ക് വേറെ ഇക്വേഷൻ ഉണ്ടാക്കേണ്ടി വന്നു. ആ റിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതാണ്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ അല്ലെങ്കിൽ റിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയപ്പെടുന്ന P പ്ലസ് n സ്ക്വയർ a ബൈ ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എൻ ബി ഈക്വൽ ടു NRT എന്നറിയപ്പെടുന്ന പുതിയൊരു ഇക്വേഷൻ അവിടെ വേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ റിയൽ ഗ്യാസുകളും ഐഡിയലായി മാറുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയണം. ഒരു കണ്ടീഷൻ ലോ പ്രഷറാണ്. ലോ പ്രഷറാണ് എല്ലാ റിയൽ ഗ്യാസുകളും ഐഡിയലായി മാറുന്നത് പ്രഷർ കുറയുന്ന സമയത്താണ്. അതുകൂടാതെ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിലും എല്ലാ റിയൽ ഗ്യാസുകളും ഐഡിയലായി മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ആർ ദ കണ്ടീഷൻ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ബിക്കം ഐഡിയൽ എന്ന് ചോദിച്ചാൽ പറയാൻ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും റിയൽ ഗ്യാസുകൾ ഐഡിയലായി മാറാം. എങ്കിൽ ആ ടെമ്പറേച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ റിയൽ ഗ്യാസ് ഐഡിയലായി മാറുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് റോബർട്ട് ബോയിലിന്റെ പേരിൽ അറിയപ്പെടുന്ന ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയാം. റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ മനസ്സിലായി നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് നമ്മുടെ പുതിയ ടോപ്പിക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആരാണ് ഐഡിയൽ ഗ്യാസ്, ആരാണ് റിയൽ ഗ്യാസ്. ഓക്കെ, അപ്പൊ ഐഡിയാലിറ്റി എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ എന്നൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയി മാറണമെങ്കിൽ കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കണം. ഇനി കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ എന്താണ് എന്ന് പരിശോധിക്കുന്ന സമയത്ത് Z = PV/NRT. ഇനി എല്ലാ ഗ്യാസുകളും ഐഡിയൽ ആണെന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. ഗ്രാഫിന്റെ X ആക്സിൽ പ്രഷറും Y ആക്സിൽ കംപ്രസിബിലിറ്റി ഫാക്ടറും. എന്നിട്ട് ഓരോ ഗ്യാസായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള പെർമനന്റ് ഗ്യാസുകൾ എപ്പോഴും കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ ഇൻക്രീസ് ചെയ്തു പോകുന്നു. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റുന്ന ലിക്വിഫൈബിൾ ഗ്യാസിന്റെ പ്രത്യേകത കംപ്രസിബിലിറ്റി ഫാക്ടർ വാല്യൂ കുറഞ്ഞിട്ട് കൂടുന്നു. ഇനി അടുത്തൊരു കാര്യം മനസ്സിലായി, ഈ ഡീവിയേഷൻ പരമാവധി വരുന്നത് ഹൈ പ്രഷറിലാണ്. ഇനി എന്തുകൊണ്ടാണ് ഹൈ പ്രഷറിൽ ഡീവിയേഷൻ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ഹൈ പ്രഷറിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കൈനറ്റിക് തിയറിയുടെ രണ്ട് പോസ്റ്റുലേറ്റുകൾ റോങ് ആണ്. അതിൽ ഒന്ന് വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം. രണ്ടാമത്തത് there is no interaction between ഗ്യാസ് മോളിക്യൂൾ. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ ഇക്വേഷൻ കൊണ്ടുവരുന്നുണ്ട്. ആ പുതിയ ഇക്വേഷന് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്,
ഒന്ന് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന്, മറ്റൊന്ന് റിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയാം. ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ വായിക്കാം: P plus n² A by V² into P minus NB equal to nRT. ഇനി അടുത്ത് ഏതൊക്കെ കണ്ടീഷനിലാണ് റിയൽ ഗ്യാസുകൾ ഐഡിയലായി മാറുന്നതെന്ന് ചോദിച്ചാൽ പറയണം. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് പ്രഷർ കുറയുമ്പോൾ, അത് മനസ്സിലാക്കി. രണ്ടാമത് ടെമ്പറേച്ചർ കൂടുമ്പോൾ. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും റിയൽ ഗ്യാസുകൾ ഐഡിയലായി മാറുന്നു. എങ്കിൽ റിയൽ ഗ്യാസുകൾ ഐഡിയലായി മാറുന്ന ആ ടെമ്പറേച്ചറിനെ വിളിക്കേണ്ട പേര് റോബർട്ട് ബോയിലിന്റെ പേരിൽ അറിയപ്പെടുന്ന ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലോണം പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.